ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ 2ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത്? മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ല എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ സ്മരണാർത്ഥം ഇട്ടതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്ല. അതിൻ്റെ കൂടെ ഞാൻ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഡയമെൻഷൻ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m(t⁻²) a⁻⁻1 ആണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടി എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ഇതായിരുന്നു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=Q×VB. QVB sin θ എന്ന ഇക്വേഷനാണ് പഠിച്ചത്. അതിൽ നമ്മൾ അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, sin θയ്ക്ക് 1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ, അതായത് ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ കൊടുക്കണമെങ്കിൽ നമുക്ക് sin θയുടെ വാല്യൂ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ QVB എന്ന് കിട്ടും. ആ ഇക്വേഷനാണ് ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ B, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷനിലോട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ B = എങ്ങനെ വരും? F/QV എന്ന് പറയും. ഓക്കെ, F/QV, അതായത് ബിയുടെ ഈ ഇക്വേഷനെ ബിയുടെ ടേമിലേക്ക് മാറ്റി B = എങ്ങനെ വരും? F/QV എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി സിമ്പിളായിട്ട് ഇവിടുത്തെ ഇത് ഓരോന്നിനും ഡയമെൻഷൻ കൊടുത്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ കിട്ടും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് B, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL(T⁻²⁻2)/Q. ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക, A×T ആണ് ചാർജിൻ്റെ ഡയമെൻഷൻ. AT ആണ് ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ AT എന്ന് പറയുന്നതാണ് ചാർജിൻ്റെ ഡയമെൻഷൻ. അത് ഇത്തിരി പുതിയൊരു ടേമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, AT എന്ന് പറയുന്നത് ചാർജിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു വെലോസിറ്റി നമുക്കറിയാം L(T⁻²⁻1). ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? L കോമൺ ആയിട്ടുണ്ടല്ലേ, L ഇത്തി കൂടുതലാണ്. അപ്പോൾ L നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എല്ലിൻ്റെ ടേം കട്ടായിപ്പോയി. ഇനി ഇവിടെ നോക്കിയാൽ T ഇവിടെ ഉണ്ട്, T⁻1 T⁻⁻1 T⁻1 അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. ഈ T⁻1 ഇവിടെയാണ് വന്നെങ്കിൽ അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയില്ല, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ T ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ഇനി ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ m(T⁻²) നോക്കുക, m(T⁻²)/A. ഈ ബൈ ഡിനോമിനേറ്ററിലുള്ള എ നമുക്ക് മുകളിൽ കൊണ്ടുപോകുമ്പോൾ A⁻−1 ആവും. അപ്പോൾ m(T⁻²) A⁻−1. ഇതാണ് ഡയമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി പഠിച്ച കാര്യങ്ങൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പഠിച്ചു, അതുപോലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പഠിച്ചു. അതിൻ്റെ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. F=Q×V. അതെന്താണ്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ F=Q×V×B. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ V×B എന്തെന്ന് പറഞ്ഞെഴുതി sin θ എന്ന് കൊടുത്തു. അപ്പോൾ Q×VB sin θ എന്ന് പറഞ്ഞു. അപ്പോൾ വേർ തീറ്റ എന്ന് പറയുന്ന ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് തീറ്റ. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ Q×VB sin θ എന്ന് വന്നു. അപ്പോൾ നമുക്കത് ഒരു ഡയഗ്രാമായിട്ട് നോക്കാം. B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, V എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയല്ലോ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് B. വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിളാണെന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോഴ്സിനെ പറ്റി പറഞ്ഞാൽ, ഈ ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F എന്ന് പറയുന്ന ഈ ഫോഴ്സ് എപ്പോഴും വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലാർ ഡയറക്ഷൻ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ അതിനും പെർപെൻഡിക്കുലാർ ആയിരിക്കും, വെലോസിറ്റി V എടുത്താൽ അതിനും പെർപെൻഡിക്കുലാർ ആയിരിക്കും. ആര്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞു sin θ, അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടി sin θയ്ക്ക് 1 കൊടുക്കുക. അപ്പോൾ F=QVB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ QVB എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിലും പറയുകയും ചെയ്തു.
അതായത് മൂവിങ് ചാർജസിന് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. മൂവിങ് ചാർജസിന് അവിടെ ചാർജസ് മൂവ് ചെയ്യുന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൂവിങ് ചാർജസിന് മാത്രമേ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഒരു ചാർജ് സ്റ്റാറ്റിക് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റി 0. അപ്പോൾ ആ വെലോസിറ്റി 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടേം അത്രയും 0 ആയി പോവില്ലേ? അപ്പോൾ ഫോഴ്സും 0 ആയി പോവില്ലേ? അപ്പോൾ സ്റ്റില്ലായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റിക് സിറ്റുവേഷനിലിരിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലമായിട്ടിരിക്കുന്ന ചാർജസിന് എന്തില്ല? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇല്ല. മൂവിങ് ചാർജസിന് മാത്രമേ ഈ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഉള്ളൂ എന്ന കാര്യം ഓർക്കുക. മൂവിങ് ചാർജസ്, മാഗ്നറ്റിക് ഫീൽഡ്, മൂവിങ് ചാർജസിന് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? If the velocity of a charge is 0, then magnetic Lorentz force F is equal to 0. അതായത് ഒരു ചാർജിൻ്റെ ഒരു ചാർജ് നിശ്ചലാവസ്ഥയിൽ ഇരുന്നാൽ അവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ചാർജസിനൊന്നും മാഗ്നറ്റിക് ഫീൽഡും ഇല്ല, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഇല്ല. മൂവിങ് ചാർജസിന് മാത്രമേ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ ഉള്ളൂ. മൂവിങ് ചാർജസിന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർക്കുക. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർക്കാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വി എന്ന് ഓർക്കുക. ഈ വി എന്ന് പറയുന്ന ഇത് ബിയുടെ അതേ ഡയറക്ഷനിലാണെന്ന് ഓർക്കുക. അതായത് ഈ ബിക്കും വിക്കും ഇടയിലുള്ള ആംഗിൾ 0 ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എന്താണ്? 0 ആണ്. അപ്പോൾ ഞാനിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യു വി ബി സൈൻ തീറ്റയുടെ സ്ഥാനത്ത് 0 ആണ്. കാരണം ഇതിൻ്റെ പാരലായിട്ടാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ ഇത് രണ്ടും പാരലായിട്ടാണ് പോകുന്നത്. വിയും ബിയും പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ വിക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എന്തായി? 0 ആയി. അപ്പോൾ ക്യു വി ബി സൈൻ 0. സൈൻ 0യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ക്യു വി ബി സൈൻ 0 എന്ന് എഴുതാം. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേംസ് മൊത്തം 0 ആയി പോവും. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആ കേസിലും 0 ആവും. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എങ്ങനെയാണ് 0 ആവുന്നത്? ഇപ്പോൾ ബിയുടെ അതേ ഡയറക്ഷനിലാണ് വെലോസിറ്റി എങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ, വിയും ബിയും അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്താവും? 0 ആയിട്ട് മാറും. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ടേംസ് മൊത്തമായിട്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൊത്തം 0 ആയി പോകും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ആ കേസസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് വെലോസിറ്റി സെലക്ടർ? ഒരു വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് കുറേ ചാർജസ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, കുറേ ചാർജസ് എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ചാർജസിനും ഓരോ വെലോസിറ്റി ആണെന്ന് കൺസിഡർ ചെയ്യുക. കുറേ ചാർജസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ആ ഓരോ ചാർജസിനും ഓരോ വെലോസിറ്റി ആണ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ബീം ഓഫ് ചാർജസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ വെലോസിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒറ്റ വെലോസിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം രണ്ട് വെലോസിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം എന്ത്? ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ് എന്ന് സങ്കല്പിക്കും. ഇതും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അതായത് ഇത് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ആക്സിസിലൂടെ നമ്മൾ ഈ വെലോസിറ്റി എന്ത് ചെയ്യും? ഈ ചാർജസിന് എന്ത് ചെയ്യും? കടത്തിവിടും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ പോകും. അപ്പോൾ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വെലോസിറ്റി മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആക്സിസിലൂടെ കടത്തിവിടുകയാണ്. ഇതിലെ ഈ ആക്സിസ് കൂടെ നമ്മൾ ഈ ബീം ഓഫ് വെലോസിറ്റിയെ നമ്മൾ കടത്തിവിടുകയാണ്. അപ്പോൾ നമുക്കിതിന്ന് ഒറ്റ വെലോസിറ്റി ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഇയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഇയുടെയും ബിയുടെയും, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് ഈക്വൽ ആക്കും. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂസിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് ഈക്വൽ ആക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൊണ്ട് ഒറ്റ വെലോസിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് ഇതാണ്, ഈക്വൽ ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ക്യു ഇ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ക്യു ഇൻറ്റു വി ക്രോസ് ബി എന്നതാണ്. ഇത് രണ്ടും ഈക്വൽ ആക്കും. അഡ്ജസ്റ്റ് ചെയ്ത് എന്താക്കും? ഈക്വൽ ആക്കും. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യാലോ.
ക്യു ഇ ഈസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് എഴുതാം. ഈ ക്യു ഇൻറ്റു വി ക്രോസ് ബിയെ ഞാൻ മാക്സിമം വാല്യൂവിൽ എഴുതി ക്യു ഇൻറ്റു വി ബി. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്തു, ഇക്വേറ്റ് ചെയ്തു. എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസിനെ ഈക്വൽ ആക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഒന്ന് ഈക്വൽ ടു അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് ഇയുടെ വാല്യൂ എന്താണ്, ക്യു ഇ. എഫ് ബിയുടെ വാല്യൂ എന്താണ്, ക്യു വി ബി. ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ക്യൂവിൻ്റെ വാല്യൂ കട്ടായി പോകും. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു വി ബി എന്ന ഇക്വേഷനിൽ വരും. അതിൽ നിന്നും ഈ വിയുടെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ വി ആണെന്ത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ വെലോസിറ്റി, ഒറ്റ വെലോസിറ്റി ആയിട്ട് പറയുന്നത്, ഒറ്റ വെലോസിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓരോന്നിനും ഓരോ വെലോസിറ്റി ആയിരുന്നു ആദ്യം. നമ്മൾ അതിൽ നിന്ന് എന്തായിട്ട് ഒറ്റ വെലോസിറ്റി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അതാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെലോസിറ്റി വിയുടെ ഇക്വേഷനിൽ എങ്ങനെ എഴുതാം, വിയുടെ ഇക്വേഷനിൽ എഴുതാം, കാര്യം കഴിഞ്ഞു. വി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഇ ഡിവൈഡഡ് ബൈ വി എന്ന് വരും. ഇ ഡിവൈഡഡ് ബൈ ബി. ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇ ഡിവൈഡഡ് ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഇതാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക. കുറേ ബീംസ് ഓഫ് ചാർജസ് മൂവ് ചെയ്യുകയാണ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ഓരോ ഡിഫറെൻറ്റ് വെലോസിറ്റീസിൽ ചാർജസ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാർജസിൻ്റെ നമുക്ക് വെലോസിറ്റി ഒറ്റ വെലോസിറ്റി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഇത് കൺസിഡർ ചെയ്തു. അതായത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസ് കൂടി ഞാൻ ഈ വെലോസിറ്റിയെ കടത്തിവിട്ടു. ഓക്കെ, ഈ വെലോസിറ്റിയെ കടത്തിവിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് ഈക്വലാക്കി. ഓക്കെ, അതായത് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ക്യു ഇയും ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ക്യു വി ബിയും ഈക്വലാക്കി. അപ്പോൾ ക്യു ഈസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ അതിൽ നിന്നും ക്യു എന്ന ടേം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു വി ബി എന്ന് കിട്ടും. അവിടെ നമുക്ക് ഈ വിയുടെ ഇക്വേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ബി എന്ന് കിട്ടും. ഈ കിട്ടിയ ഈ വെലോസിറ്റി ആണെന്ത്, നമുക്ക് ഈ ബീംസ് ഓഫ് ചാർജസിൻ്റെ വെലോസിറ്റിയുടെ കുറേ വെലോസിറ്റി ഉണ്ടല്ലോ, ആ വെലോസിറ്റി എല്ലാം കൂടെ നമുക്ക് ഒറ്റ വെലോസിറ്റി ആയിട്ട് പറഞ്ഞാൽ ആ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇ ഡിവൈഡഡ് ബൈ ബി, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇ ഡിവൈഡഡ് ബൈ ബി. വി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ബി എന്നതാണ് വെലോസിറ്റി സെലക്ടറിൻ്റെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ.